ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സ്വമേധയാ എടുത്ത ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുകയാണ്. ഗോപിക എന്ത് വിവരങ്ങളുമായി? ഗോപിക, റിപ്പോർട്ടിൽ എന്താണുള്ളത് എന്ന വല്ല സൂചനയുമുണ്ടോ? SIT സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്താണെന്നുള്ളത് വ്യക്തതയില്ല. കാരണം VSSCയുടെ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ SIT ഈ ഇടക്കാല റിപ്പോർട്ടായി ഇപ്പോൾ ഇന്ന് സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്വമേധയായി എടുത്ത കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രീകോവിലിന് മുന്നിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട് VSSCയിലെ റിപ്പോർട്ട് ഇന്നലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിശോധനാ ഫലം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ഇപ്പോൾ പരിഗണനയ്ക്ക് വെച്ചിരിക്കുന്നത്. എന്തായാലും SITയുടെ ആ റിപ്പോർട്ട് പ്രകാരം ഈ പാളി മാറിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ SITയുടെ പ്രധാന ആവശ്യം എന്തെന്നാൽ ഈ സാമ്പിൾ മറ്റൊരു ലാബിൽ കൂടി കൂടുതൽ ശാസ്ത്രീയപരമായ ഒരു പരിശോധന കൂടി ആവശ്യമാണെന്നുള്ളതാണ്. കാരണം എത്ര കണ്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഈ നിലവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയമായ ഒരു പരിശോധന കൂടി ആവശ്യപ്പെടും SIT എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. കാരണം ഇനി കോടതി ആയിരിക്കും തീരുമാനിക്കുക ഇത് ഏത് ഏജൻസി ആയിരിക്കും കൂടുതൽ പരിശോധനയ്ക്ക് എവിടേക്കാണ് അയക്കേണ്ടത് എന്നുള്ള കൂടുതൽ ഉത്തരവുകൾ എന്തായാലും ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ കട്ടിളപ്പാളിയിൽ നിന്നും എത്ര കണ്ട് സ്വർണം ലോഹമാക്കി അല്ലെങ്കിൽ ഈ എത്ര കണ്ട് മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതിൽ നിലവിൽ SITക്ക് ഒരു വ്യക്തതയില്ല. കാരണം അത്തരത്തിലുള്ളൊരു ശാസ്ത്രീയ തെളിവ് അനിവാര്യമാണ്. അത് കുറ്റപത്രം തയ്യാറാക്കുന്നതിൽ പോലും അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ തെളിവ് എന്തായാലും ആവശ്യമാണ്. എന്നാൽ അത്തരത്തിൽ ഈ VSSC റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള ഈ എത്ര കണ്ട് സ്വർണം മോഷണം പോയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയാണ് വീണ്ടും അവർ തിരിച്ചു പൂശിയത് ഇത്തരത്തിലുള്ള ഒരു കണക്ക് വ്യക്തമല്ല. എന്തായാലും അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഒരു ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണ് എന്നുള്ളതായിരിക്കും SIT പ്രധാനമായും ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുക. എന്തായാലും SIT നേരിട്ടെത്തി ഇപ്പോൾ ഹൈക്കോടതിയിൽ അടച്ചിട്ട മുറിയിൽ ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർണായകമായ ഉത്തരവ് പുറത്തുവരും. കാരണം ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ദിവസങ്ങൾ എടുക്കുന്നതോറും തന്നെ പ്രധാന പ്രതികൾക്ക് എല്ലാം തന്നെ സ്വാഭാവികമായ ജാമ്യം ലഭിച്ചുകൊണ്ട് പുറത്തു വരികയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഉത്തരവ് പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ശാസ്ത്രീയമായ തെളിവുകൾ എന്തായാലും ഒരു പ്രതി കുറ്റപത്രം സമർപ്പിക്കുവാൻ വേണ്ടി ശാസ്ത്രീയമായ തെളിവുകൾ അത്യാവശ്യമാണ്. എന്തായാലും അതിൻ പ്രകാരം ഈ VSSC റിപ്പോർട്ടിൽ അതിലൊരു വ്യക്തതയില്ല. പിന്നെ കോടതി തന്നെ കഴിഞ്ഞ ഈ ഇടക്കാല ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി സമയത്ത് ചോദിച്ചിരുന്നു, ഈ VSSC റിപ്പോർട്ടിൽ തന്നെ ചോദിച്ചിരുന്നു ഇതിൽ ഈ പാളി മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതിൽ നിന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഈ വ്യക്തത കുറവ് ഈ റിപ്പോർട്ടിലും അതായത് ഇന്നലെ VSSC പുറത്തു വന്ന ഈ പരിശോധനാ ഫലത്തിൽ നിന്നും വ്യക്തമായിട്ടില്ല. ഈ പാളി മാറിയോ എന്നുള്ളതും എത്ര കണ്ട് സ്വർണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതുമൊന്ന് ഇപ്പോഴും വ്യക്തമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈ അളവ് കൃത്യമായി അറിയേണ്ടത് SITക്ക് അനിവാര്യമാണ്. എന്തായാലും ഈ VSSCയിലെ വിദഗ്ധരുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ ഇതിൽ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.